ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 1994 UPSC ചോദിച്ച പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൂ എമൗങ് ദ ഫോളോയിങ് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഇതിനകത്ത് ആരൊക്കെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, നിയമിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 3. ആരൊക്കെയാണ്? ദ ചെയർമാൻ, ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനെയും അതുപോലെ തന്നെ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് എ യൂണിയൻ ടെറിട്ടറി, ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തിലെ ചീഫ് മിനിസ്റ്ററിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ആരൊക്കെയാണ് പ്രസിഡന്റ് നിയമിക്കുന്നത് നോക്കാം. ദ പ്രസിഡന്റ് ഹോൾഡ്സ് പവർ ടു അപ്പോയിന്റ് പ്രൈം മിനിസ്റ്റേഴ്സ്, യൂണിയൻ കൗൺസിൽ മിനിസ്റ്റേഴ്സ്, ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ്. അതൊക്കെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഹി ഓൾസോ അപ്പോയിന്റ്സ് ലഫ്റ്റനന്റ് ഗവർണർ ആൻഡ് മെമ്പർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ഫിനാൻസ് കമ്മീഷൻ. അവരൊക്കെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ്. ഓർത്തിരിക്കാം. It is president who appoints the controller and auditor general of India. CAG നെ നിയമിക്കുന്നത്, സ്റ്റേറ്റ് ഗവർണേഴ്സിനെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ, മറ്റുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSCയുടെ ചെയർമാനെയും അതിന്റെ മെമ്പേഴ്സിനെയും, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ അതിന്റെ ചെയർമാനെയും മെമ്പേഴ്സിനെയും, അതിനൊക്കെ നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രൈം മിനിസ്റ്ററിനെ, യൂണിയൻ കൗൺസിൽ മിനിസ്റ്റേഴ്സിനെ പ്രൈം മിനിസ്റ്ററിന്റെ ഇതുകൊണ്ട് അഡ്വൈസ് കൊണ്ട് ഇദ്ദേഹം നിയമിക്കും. ഹൈക്കോർട്ടിനെ, സുപ്രീം കോർട്ടിനെ ജഡ്ജസ്, ചീഫ് ജസ്റ്റിസുമാര്, അതുപോലെ തന്നെ ഗവർണേഴ്സ്, ലഫ്റ്റനന്റ് ഗവർണേഴ്സിനെ ഒക്കെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. The basic structure theory of the Constitution of India implies. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന സ്ട്രക്ചർ, ആ ഘടന, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം. ഉത്തരം ഓപ്ഷൻ എ ആണ്. Certain features of the Constitution are so essential to it that they cannot be abrogated. അതായത് നമുക്ക് പല ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ എസെൻഷ്യൽ ആണ്, വളരെ അത്യാവശ്യമുള്ളതാണ്. നമുക്കത് അബ്രോഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. നമുക്ക് അബ്രോഗേറ്റ് ചെയ്യാനായിട്ട്, അതായത് അബ്രോഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റദ്ദാക്കുക എന്നാണ് മീനിങ്. നമുക്ക് റദ്ദാക്കാൻ സാധിക്കുമോ? ഇല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് കനോട്ട് ബി അബ്രിഡ്ജ്ഡ് ഓർ ടേക്കൻ എവേ. അതൊക്കെ എന്താണ്? ഇവിടെ തെറ്റാണ് വരുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് statements regarding the advisory jurisdiction of the Supreme Court are right? സുപ്രീം കോടതിയുടെ എന്താണ്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശക അധികാര പദവി. ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാര പരിധി. അത് അഡ്വൈസറി, ഒരു ഉപദേശമായിട്ട്, അഡ്വൈസറി, ഉപദേശക അധികാര പരിധി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സുപ്രീം കോടതിയുടെ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ് കറക്റ്റ്. 1ഉം കറക്റ്റ് ആണ്, 3ഉം കറക്റ്റ് ആണ്. എന്തൊക്കെയാണ് പറയുന്നത്? It is binding on the Supreme Court to give its opinion on any matter referred to it by the President. എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രപതി പരാമർശിക്കുന്ന ഏത് വിഷയത്തിലും അഭിപ്രായം പറയാൻ സുപ്രീം കോടതിയെ ബാധ്യസ്ഥമാണ്. അത് സുപ്രീം കോടതി ബാധ്യസ്ഥമാണ്. It is binding on the Supreme Court to give its opinion to any matter referred to by the President. രാഷ്ട്രപതി പരാമർശിക്കുന്ന ഏത് വിഷയത്തിലും അഭിപ്രായം പറയാൻ സുപ്രീം കോടതിയെ എന്താണ്? ബാധ്യസ്ഥമാണ്. അതവിടെ കറക്റ്റ് ആണ്. അതായത് ഇവരുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആട്ടോ പറയുന്നത്. അടുത്തത്, the opinion given by the Supreme Court on a reference under advisory jurisdiction is not binding on the government. എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപദേശക അധികാര പരിധിയിലുള്ള ഒരു പരാമർശത്തിൽ സുപ്രീം കോടതി നൽകിയ അഭിപ്രായം സർക്കാരിന് ബാധകമല്ല. അതായത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ നമുക്കറിയാം, നമ്മുടെ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും ജുഡീഷ്യറിയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണ്. നമ്മുടെ കോടതിക്ക്, സുപ്രീം കോടതിക്ക് അവകാശമുണ്ട് എന്തും പറയാനുള്ള, എന്തുമായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഉപദേശക അധികാര പദ്ധതിയാണ്.
അധികാര പരിധിയാണ്. അവിടെ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആയിട്ട് അവിടെ ബൈൻഡ് ചെയ്യത്തില്ല. ആ ഒരു പരിധിയിൽ വെച്ച് അവർ പറയുന്ന പരിധിയിലുള്ള ഒരു പരാമർശത്തിൽ സുപ്രീം കോടതി നൽകിയ അഭിപ്രായം സർക്കാരിന് ബാധകമല്ല എന്നാണ് പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കണം, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ്, മാറിപ്പോകരുത്. ഓക്കെ. പക്ഷെ പ്രസിഡന്റിന്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അത് അവർക്ക് എന്താണ്, അവര് ബാധ്യസ്ഥരാണ്. ഓക്കെ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. എ പോയിന്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ ഈസ് ദാറ്റ് വൈൽ എ കാൻഡിഡേറ്റ് ടു ദ ലോക്സഭ ക്യാൻ കണ്ടസ്റ്റ് ഫ്രം എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. കണ്ടോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ട് അധികമൊന്നും ആയില്ല. ലോക്സഭയിലേക്ക് ഒരാൾക്ക് ഒരു സ്ഥാനാർത്ഥി ആവണമെങ്കിൽ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിലും ആവാനായിട്ട് സാധിക്കും. എ കാൻഡിഡേറ്റ് ടു ദ ലോക്സഭ ക്യാൻ കണ്ടസ്റ്റ് ഫ്രം എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, അത് പോസിബിൾ ആണ്. പക്ഷേ എ കാൻഡിഡേറ്റ് ടു ദ രാജ്യസഭ എങ്ങനെയായിരിക്കണം? ഷുഡ് ഓർഡിനറിലി ബി a resident ഓഫ് ദ സ്റ്റേറ്റ് ഫ്രം where he is contesting. കണ്ടോ, അതായത് എന്താണ്, എവിടെ നിന്നാണോ മത്സരിക്കുന്നത് സാധാരണഗതിയിൽ അദ്ദേഹം മത്സരിക്കുന്ന സംസ്ഥാനത്ത് താമസിക്കുന്നവരായിരിക്കും. മനസ്സിലായോ? എ കാൻഡിഡേറ്റ് ടു ദ രാജ്യസഭ ഷുഡ് ഓർഡിനറിലി ബി a resident ഓഫ് ദ സ്റ്റേറ്റ് ഫ്രം where he is contesting. എവിടെ നിന്നാണോ മത്സരിക്കുന്നത് അവിടെ താമസിക്കുന്ന ഒരാളായിരിക്കണം. അതാണ് രാജ്യസഭയുടെ കേസ് വരും. പക്ഷെ ലോക്സഭ എന്ന് പറയുമ്പോൾ എനി സ്റ്റേറ്റ്, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മത്സരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ബാക്കിയൊക്കെ തെറ്റല്ലേ? ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ആർ എലക്ടഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണോ? എല്ലാവരെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കാണോ ഇതാക്കുന്നത്? രാജ്യസഭയിലേക്കുള്ള എല്ലാ മെമ്പേഴ്സിനെയും എലക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണോ? അല്ല, ഒരിക്കലും അല്ല. As the vice president is the ex officio chairman of the രാജ്യസഭ. നമുക്കറിയാം രാജ്യസഭയുടെ ചെയർമാൻ ആണ്, എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആണ് ആര്? വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. only a member of the രാജ്യസഭ can contest for the office of the vice president ആണോ? നമുക്കറിയാം വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്താ, രാജ്യസഭയിലെ മെമ്പർ അല്ല, പക്ഷെ അദ്ദേഹം അതിന്റെ ചെയർമാൻ ആണ്. നമുക്ക് അറിയാവുന്നതാണ്. മെമ്പർ ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, അദ്ദേഹം മെമ്പർ അല്ല. The Constitution of India explicitly prohibits the appointment of a nominated member of Rajya Sabha to the post of a minister. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ അതും ഇവിടെ തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അത് നോട്ട് ചെയ്യേണ്ടതാട്ടോ. അടുത്ത, ഫ്രീഡം ഓഫ് പ്രസ് ഇൻ ഇന്ത്യ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. is implied in the wider freedom of expression guaranteed by the Article 91A of the Constitution. അതായത് നമുക്കറിയാം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അത് പല രീതിയിൽ വരുന്നുണ്ട് അല്ലെ. ഒരുപാട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമുക്ക് വരുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പൊ അത് സ്പെഷ്യലി പ്രൊവൈഡഡ്, അതായത് ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്ന കാര്യം പ്രത്യേകിച്ച് 91A അങ്ങനെ എടുത്തു പറയുന്നില്ല. പക്ഷെ അത് വിശാലമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അത് സൂചിപ്പിക്കപ്പെടുന്നതാണ്. ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ഇൻ ദ വൈഡർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. നമുക്ക് ഒരുപാട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതിന്റെ ഒരു വിശാലമായ ഒരു ഇത് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് എന്താണ് അത് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം. നമുക്കത് സ്പെഷ്യലി ഒന്നും പ്രത്യേകിച്ച് ഫ്രീഡം ഓഫ് പ്രസ് അങ്ങനെയൊന്നും അവിടെ എടുത്ത് പറയുന്നില്ല. കണ്ടോ, Article 91A of the Indian Constitution guarantees the freedom of speech and expression which includes the freedom of the press. അതാണ് പറയുന്നത്. അതിനകത്ത് ഈ ഫ്രീഡം ഓഫ് പ്രസ് വരുന്നുണ്ട്. പക്ഷെ സ്പെഷ്യൽ ചെയ്ത് 91A എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ല, ഫ്രീഡം ഓഫ് ദ പ്രസ് ആണെന്ന് എടുത്തൊന്നും പറയുന്നില്ല. This fundamental right allows citizens to express their views and opinions through any medium, including writing, speaking, printing and the media. ഏത് മീഡിയം ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. The freedom of speech and expression is a foundation of a democratic society. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ എന്താണ് ഒരു ഫൗണ്ടേഷൻ ആണത്. It allows citizens to express their views without a fear or censorship. പേടിയൊന്നുമില്ലാതെ നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനും. It also includes the right to receive and impart information. It implies a freedom not to speak. Okay. അപ്പൊ അത് ഓർത്തിരിക്കാം. In which respect have the state-central relations been specifically termed as municipal relations? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ ചിലപ്പോൾ മുനിസിപ്പൽ റിലേഷൻസ് എന്ന് സ്പെസിഫിക്കലി ടേം ചെയ്യും. പ്രത്യേകമായിട്ട് പറയുന്നത് എപ്പോഴാണ്? നമുക്കറിയാം UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ അധികം കേൾക്കാത്തൊരു കാര്യമാണ് അല്ലെ. സെന്റേഴ്സ് കൺട്രോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്. അതായത് പ്ലാനിങ് പ്രോസസ്സിനകത്ത് സെന്ററിന്റെ കൺട്രോൾ വരുവാണ് സ്റ്റേറ്റിൽ.
അപ്പൊ അതിനെ മുനിസിപ്പൽ റിലേഷൻസ് എന്ന് പറഞ്ഞാണ് ആ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ബി സ്പെസിഫൈഡ് ഇൻ ടേം. അതിനെ എന്താണ് അപ്പൊ വിളിക്കുന്നത്? അതിനെ മുനിസിപ്പൽ റിലേഷൻസ് എന്നാണ് പറയുന്നത്. സെന്റേഴ്സ് കൺട്രോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ പ്ലാനിംഗ് പ്രോസസ്സിലെ സെൻട്രലിന്റെ കേന്ദ്രത്തിന്റെ കൺട്രോൾ നിയന്ത്രണം വരുവാണ്. ഓക്കെ, നമ്മൾ അധികം കേൾക്കാത്തൊരിതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, who among the following became the prime minister of India without being yearly the chief minister of a state? ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആകാതെ ഇന്ത്യയുടെ ഇതായത് പ്രൈം മിനിസ്റ്റർ ആയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒൺലി ഫോർ PV നരസിംഹ അല്ല ചന്ദ്രശേഖർ ആണ്, ഒൺലി ഫോർ ആണ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യാട്ടോ, നമ്മുടെ PSC ചോദിക്കാറുള്ളതാണ്. Who among the following became the prime minister of India without being yearly the chief minister of a state? അത് ചീഫ് മിനിസ്റ്റർ അതിന് മുമ്പ് എന്താണ് ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ് അല്ലാതെ നമ്മുടെ പ്രൈം മിനിസ്റ്ററിലേക്ക് എത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ, ഒൺലി ഫോർ ആണ്, ചന്ദ്രശേഖർ ആണ്. അടുത്തത്, in India the political parties which formed the governments represented the majority of seats secured in the elections to the House of the People at the center and the legislative assemblies in the state, but not the majority of vote. അതായത് കൂടുതൽ വോട്ട് കിട്ടിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണോ കയറുന്നത്? അല്ല, മെജോറിറ്റി സീറ്റ് കിട്ടിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. സെൻട്രലിലാണെങ്കിൽ ഹൗസ് ഓഫ് ദ പീപ്പിൾ ലോക്സഭയിലേക്കും, സ്റ്റേറ്റിലാണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് സംസ്ഥാന നിയമസഭയിലേക്കും അവിടെ സെലക്ട് ചെയ്യുന്നത്. മജോറിറ്റി ഓഫ് സീറ്റ് ആർക്കാണ് കൂടുതൽ കിട്ടിയത് അവരാണ്, അല്ലാതെ വോട്ട് കിട്ടിയ ആളല്ല. അപ്പോൾ അസേർഷൻ ശരിയാണ്, പക്ഷെ ആൻസർ ആയിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ്, എ ആണ് ട്രൂ, ഓർ ആർ ഫോൾസ് ആണ്. The elections based on the majority vote system decide the result on the basis of relative majority of votes secured. നമുക്ക് പറയാൻ പറ്റും മജോറിറ്റി വോട്ട് സിസ്റ്റം ആണോ? അല്ല, ഇലക്ഷൻസ് അങ്ങനെയല്ല. മെജോറിറ്റി ഏത് പാർട്ടിക്കാണ് കൂടുതൽ സീറ്റ് കിട്ടുന്നത് അത് അവരാണ് എങ്ങോട്ട് എത്തുന്നത്? ഹൗസ് ഓഫ് ദ പീപ്പിൾ ലോക്സഭയിലേക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്കും എത്തുന്നത്. Which one of the following is among the functions of the Election Commission of India? വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഫങ്ഷൻസ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്, നൺ ഓഫ് ദിസ് ആണ്. ഇതൊന്നും വരുന്നില്ല. അതായത് കണ്ടക്ട് ഓഫ് എലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ദ സ്പീക്കർ ആൻഡ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഒക്കെ വരുന്നത്, ലോക്സഭ ഡെപ്യൂട്ടി ചെയർമാൻ ഒക്കെ വരുന്നത് ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ അല്ല. പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഇലക്ഷൻ ഒക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ സെൻട്രൽ നാഷണൽ അതായത് നമ്മുടെ സെൻട്രൽ ഇതിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ എന്താണ്, മുനിസിപ്പാലിറ്റീസിന്റെയും കോർപ്പറേഷൻസിന്റെ ഒക്കെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അതും തെറ്റാണ്. ഡിസൈഡിങ് ഓൺ ഓൾ ഡൗട്ട്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് അറൈസിങ് ഔട്ട് ഓഫ് ഇലക്ഷൻസ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ തീരുമാനിക്കുന്നത്? അല്ല, അവിടെ ആ ഡൗട്ട്സും ഡിസ്പ്യൂട്ടും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്, അവിടെ എന്തെങ്കിലും സംശയങ്ങളോ തർക്കങ്ങളോ ഒക്കെ വന്നാൽ അത് തീരുമാനിക്കുന്നത് സുപ്രീം കോർട്ടാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല. അപ്പൊ ആ ബേസിൽ അത് തെറ്റാണ് അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ കുറച്ച് ഫങ്ഷൻസ് പറയുവാണെങ്കിൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമുണ്ട്. ദേശീയ പാർട്ടികൾക്കും സംസ്ഥാന പാർട്ടികൾക്കും പ്രാദേശിക പാർട്ടികൾക്കും ഇത് അംഗീകാരം നൽകുന്നു. കണ്ടോ, നാഷണൽ പാർട്ടീസ് വരും, സ്റ്റേറ്റിലുള്ള പാർട്ടീസ് വരും, പ്രാദേശിക പാർട്ടീസ് വരും. ഇത് തിരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുന്നു. കമ്മീഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കുകയും കാലാകാലങ്ങളിൽ വോട്ടർ പട്ടിക പുതുക്കുകയും ചെയ്തു. കണ്ടോ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ, അവരുടെ ഫങ്ഷൻസ് ആണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് തീയതികളുടെയും ഷെഡ്യൂളുകളുടെയും അറിയിപ്പുകൾ കമ്മീഷൻ പുറപ്പെടുവിക്കും. 2 പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഒരേ സംസ്ഥാനത്ത് ഇല്ലെങ്കിലും ഒരേ ചിഹ്നം നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയില്ലെന്ന് ശ്രദ്ധേയമാണ്. അത് നോക്കിക്കേ, 2 പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഒരേ സംസ്ഥാനത്ത് ഇല്ലെങ്കിലും ഒരേ ചിഹ്നം നൽകാൻ അവർക്ക് കഴിയില്ലെന്നത് ശ്രദ്ധേയമാണ്. അഭിപ്രായ വോട്ടെടുപ്പുകളിലൂടെ എക്സിറ്റ് പോളുകളിലൂടെയോ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വോട്ടിംഗ് പ്രവണതകൾ പ്രചരിപ്പിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും നിരോധിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. അപ്പൊ നോട്ട് ചെയ്യുക, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ ഭരണകൂടങ്ങളെയും ജനപ്രതിനിധികളെയും തിരഞ്ഞെടുക്കുന്ന ഭരണഘടന അംഗീകൃത സ്ഥാപനമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിലെ നമുക്കറിയാം നമ്മുടെ നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താനായി വിപുലമായ അധികാരങ്ങളാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉള്ളത്. അതായത് നമുക്കറിയാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ ആരാണ്? അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ആ ഒരു ബേസിലാണ് അത് തെറ്റ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ സെന്ററിന്റെ
നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളൊരു ലെവലിലേക്ക് പോയോണ്ടാണ് അത് തെറ്റുന്നത്. ഒരുപക്ഷെ ഒരു ഡിലീറ്റ് ആയ ക്വസ്റ്റ്യൻ ആയിരിക്കാം. 1994 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 1950 ജനുവരി 25 അനുച്ഛേദം 324 പ്രകാരം ഇത് രൂപീകൃതമായത്. ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനീതി മന്ത്രം കണ്ടോ, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഏതിന്റെ കീഴിലാണ് ഇത് വരുന്നത്? മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ്, നിയമനീതി മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്. ഉടമസ്ഥതയിലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതും ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 324 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നുണ്ട്. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ഇന്ത്യൻ ഭരണഘടന സ്ഥാപിച്ചതാണ് ഇത്. പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസ്, കണ്ടോ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസ്, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിന്റെ ഓഫീസ് എന്നിവയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണം എന്നിവയുടെ അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. കണ്ടോ, അപ്പൊ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചോദിക്കുമ്പോൾ അവര് പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ, ലോക്സഭ അതുപോലെ തന്നെ എന്താണ് രാജ്യസഭ, പിന്നെ നമ്മുടെ സംസ്ഥാന നിയമസഭകൾ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ വരുന്നുണ്ട്, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനും അവിടെ വരുന്നുണ്ട്. മറ്റേ മുനിസിപ്പാലിറ്റീസിലേക്കും പഞ്ചായത്തിലേക്കുള്ളത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത്. ഭരണഘടന ആർട്ടിക്കിൾ 324 അനുശാസിക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അഖിലേന്ത്യാ സ്ഥാപനമാണ്. അത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും പൊതുവായതാണ്. ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭകൾ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നമ്മള് കൗൺസിലും പറയണം, പല സ്റ്റേറ്റിനും കൗൺസിലും കൂടി ഉണ്ട്. നമുക്ക് കേരളത്തിൽ ഇല്ലാന്ന് വിചാരിച്ച് പല സ്റ്റേറ്റിലും ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉണ്ട് അങ്ങോട്ടും. പിന്നെ രാജ്യത്തിന്റെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ ഓഫീസിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ഈ ബോഡി നിയന്ത്രിക്കുന്നു. ആർട്ടിക്കിൾ 324 പ്രകാരമുള്ള ഭരണഘടനയുടെ അധികാരത്തിന് കീഴിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. കണ്ടോ, രൂപപ്പെട്ടതെന്ന 25 ജനുവരി 1950 ദേശീയ വോട്ടർ ദിനമായിട്ട് നമ്മൾ ജനുവരി 25 സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇപ്പൊ മേധാവി മാറി, ഇന്നലെ മാറി. ഫെബ്രുവരി 19, 2025 നമുക്ക് പുതിയ ഇലക്ഷൻ കമ്മീഷണർ വന്നു. ആരാണ്? ശ്രീ ഗ്യാനേഷ് കുമാർ, ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇപ്പൊ ഇദ്ദേഹം ആട്ടോ, ശ്രീ ഗ്യാനേഷ് കുമാർ took charge as the 26th election commissioner of India on 19th February 2025. ഇന്നലെ 2025 ഫെബ്രുവരി 19 ഇന്ത്യയുടെ 26ാമത്തെ, നോട്ട് ചെയ്യുക, 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ആരെ നിയമിച്ചു? ശ്രീ ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചു. ഹീസ് എ 1988 ബാച്ച് കേരള കേഡർ ഓഫീസർ ഓഫ് ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IAS കാരനാണ്. ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം IIT കാൺപൂർ ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ചും ഉണ്ട്. അപ്പൊ ഇത് നോട്ട് ചെയ്യുക. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? A. ഷാജഹാൻ ആണ്. 7th സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആട്ടോ അദ്ദേഹം, അതും ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തത് 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following electoral system have been adopted for various elections in India? നമ്മുടെ ഇന്ത്യയില് ഇതിനകത്ത് ഏതൊക്കെ എലക്ഷൻസ് ആണ്? നമുക്കറിയാം ഇലക്ഷൻ, തിരഞ്ഞെടുപ്പുകൾ പല രീതിയിലാണ് നടക്കുന്നത് അല്ലെ. ഡയറക്റ്റ് ഇലക്ഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഉണ്ട്. ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മള് ജനങ്ങൾ പങ്കെടുത്ത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതാണ്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അവര് വഴി സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഒക്കെ നമ്മൾ ജനങ്ങളാണോ തിരഞ്ഞെടുക്കുന്നത്? അല്ല, നമ്മൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ചെന്ന് ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയിൽ പല രീതിയിലുള്ള ഇലക്ട്രൽ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, അംഗീകരിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 2. അതായത് സിസ്റ്റം ഓഫ് ഡയറക്റ്റ് ഇലക്ഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ബേസിൽ 18 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് ഡയറക്റ്റ് ഇലക്ഷൻസ് വഴി ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏതാണ്? സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് ദ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഇത് ഏതായിരുന്നു? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എവിടെയാണ്? ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രസിഡന്റിന്റെ ഇലക്ഷൻ. ഓക്കെ, പ്രസിഡന്റിന്റെ ഇലക്ഷന് നമ്മൾ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമൈൻസ് ദാറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫെഡറൽ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ആണെന്ന് പറയണമെങ്കിൽ
നമുക്ക് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. നമുക്കറിയാം നമുക്കൊരു കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റും ഉണ്ട്. അധികാരം ഇവർ രണ്ടുപേരിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. സെൻട്രലിനും ഒരുപാട് അധികാരങ്ങളുണ്ട്, സ്റ്റേറ്റിനും ഒരുപാട് അധികാരങ്ങളുണ്ട്. ഫെഡറൽ ആണ്, അതുപോലെ തന്നെ ഇന്ത്യ ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സുമാണ്. കൂടുതൽ പവർ ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ് അല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാരങ്ങളുണ്ട്, സെൻട്രൽ ഗവൺമെന്റിലും അധികാരമുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഫെഡറൽ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യ യൂണിയനുമാണ്. നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ആണ് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത്. അവരുടെ ഡിസിഷൻസ് ആണ് നമ്മൾ കൂടുതലും കേൾക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 1994 UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ഡിഗ്രി ലെവൽ എക്സാം ഉള്ളവർ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക. PSC പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, കാരണം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.